അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ അവൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പലഹാരമായിട്ടാണ്. വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയ്ക്കും എളുപ്പമാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 4 ചേരുവകളെ ആവശ്യമുള്ളൂ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ അവൽ വെച്ചും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ 3 കപ്പ് അവലിന് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ തേങ്ങ എടുക്കാവുന്നതാണ്. തേങ്ങ കുറഞ്ഞു പോവരുത്. അപ്പോൾ തേങ്ങ കുറഞ്ഞു പോയാൽ നമ്മൾ അവസാനം ഉരുള പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ പറയുന്ന അളവിൽ തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ്. തേങ്ങയൊക്കെ അത്യാവശ്യം ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉരുളയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശർക്കര വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോവും. പിന്നെ പൊടിഞ്ഞു കിട്ടുമില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. ഇത് ഓപ്ഷണലാണ്. പക്ഷേ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂടും. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അധികം ആവരുത് ഏലക്കൊന്നും. 1 പീസ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട അവൽ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് അവൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അവൽ നന്നായി പൊട്ടി വരുന്ന ആ ഒരു ടൈപ്പ് ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അതുപോലെ ആയി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാവുമ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യും കൂടെ ചൂടായി വന്നാൽ അതിലേക്ക് അവലിട്ട് കൊടുക്കുക. എന്നിട്ട് നെയ്യിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ നെയ്യ് ചേർക്കുന്നില്ല. പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് അവൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ വെച്ചിട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് നന്നായി പൊട്ടി വരണം. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മളിത് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവില്ല. പിന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതേ പാനിൽ തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു കളർ മാറി വരുന്നവരെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അഥവാ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടില്ല. ഇത് അരഞ്ഞു വരുന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് കളർ മാറി വരുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവിലും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ അവലിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു വന്നാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടുകൂടെയോ അതല്ലാതെ നല്ലോണം തണുത്തു പോയിട്ടോ അവൽ പൊടിച്ചെടുക്കാൻ നോക്കരുത്. നല്ലോണം തണുത്തു പോയി കഴിഞ്ഞാൽ അവൽ നമുക്ക് പൊടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഇളം ചൂടോടെ തന്നെ നിങ്ങളിത് പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് നല്ല പൊടിയായിട്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ അവലും അണ്ടിപ്പരിപ്പും കൂടെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കരുത്. ചെറുതായിട്ട് തരിതരി പോലെ ഉണ്ടാവണം ഇതിൽ. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. പൊടിച്ച് വെച്ച ഈ അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉരുള ഉണ്ടായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ.
ശർക്കര നന്നായിട്ട് പൊടിഞ്ഞു വരും ചെയ്യണം, തേങ്ങയാണെങ്കിൽ അധികം അരഞ്ഞു വരും ചെയ്യരുത്. ആ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങളിത് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനി കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലാം നന്നായി മിക്സായി കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തേങ്ങയും ശർക്കരയും കൂടി അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശം അതിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. അതല്ലാതെ എക്സ്ട്രാ വെള്ളം ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങയും വെല്ലവും കൂടി അരച്ചെടുക്കുന്ന ആ സമയത്ത് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച ഏലക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുഴയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചു വെച്ച അവലും പിന്നെ ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. അധികം വലുപ്പത്തിലുള്ള ഉരുളകളാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെയുള്ള ഉരുളകളാക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉരുളകളാക്കി കഴിഞ്ഞാൽ തുറന്ന് വയ്ക്കരുത്. ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കണം. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി അത് ഹാർഡായി പോവും. ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ കുറവ് സമയം മതി ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.